എമ്പുരാന്റെ ആദ്യ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൃഥ്വിരാജ് പ്ലേ ചെയ്യുന്ന സെയ്ദ് മസൂദ് എന്ന ക്യാരക്ടറിന്റെ ഫ്ലാഷ് ബാക്ക് ഏരിയകളിൽ അദ്ദേഹത്തിന്റെ ഫാമിലിനെ പ്രസന്റ് ചെയ്ത കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിലൊരു ക്യാരക്ടറാണ് എമ്പുരാനിൽ ഒരു പ്രോസ്തറ്റിക് വർക്ക് ചെയ്തിട്ടുണ്ട്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഐബ്രോ ഫേസ് പ്ലസ് ഹെയർ ക്യാരക്ടറിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 3 മണിക്കൂറിന്റെ പ്രോസ്തെറ്റിക് വർക്കുള്ളതെന്ന് പറയുമ്പോൾ എമ്പുരാനിൽ നമുക്ക് കാര്യമായിട്ട് പ്രതീക്ഷിക്കാം. അത് ഏതൊക്കെ മൊമെന്റിൽ എക്സ്പ്ലോർ ആകുമെന്ന് ആർക്കും പ്രെഡിക്റ്റബിൾ അല്ല. പക്ഷെ അത് സിനിമയ്ക്കകത്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു ഡിഫറെന്റ് ലുക്കുകൾ കൊണ്ടുവന്നിട്ടുള്ളത് മമ്മൂക്കയാണ്. അപ്പൊ ഞാൻ അന്ന് എന്തോ കാര്യത്തിന് വേണ്ടി കാരവാനിൽ കയറിയ സമയത്ത് സർ ഇത് ഞാൻ ചെയ്ത വർക്കാണെന്നാണ് പുള്ളി നോക്കിയിട്ട് പറഞ്ഞു, ഇത് മറ്റേ പ്രൊഡക്റ്റ് അല്ലേ. പക്ഷെ ആ വർക്ക് കണ്ടിട്ട് ആ പ്രൊഡക്റ്റ് ആണ് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തൊരു വ്യക്തിയാണ്. കറക്റ്റായിട്ട് മമ്മൂക്ക മെൻഷൻ ചെയ്തു. പ്രമുഖ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ MDMA യൂസേജ് ഒക്കെ കാരണം അറസ്റ്റ് ചെയ്ത പോലത്തെ ഒരു ഇഷ്യൂ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ട വ്യക്തി എൻ്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത വ്യക്തിയാണ്. അവൻ നല്ല ടാലന്റഡ് ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ്. അവർ ഉപയോഗിക്കുമ്പോൾ അതിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. ഇത് ഇല്ലെങ്കിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നിടത്താണ് അവർ അഡിക്റ്റഡ് ആവുന്നത്. അപ്പം അത് ചെയ്യുന്നത് കൊണ്ട് നമുക്കൊന്നും അവരെ എഗെയിൻസ്റ്റ് നിൽക്കാൻ പറ്റില്ല. ഈ അടുത്തായിട്ട് കുറച്ച് റൂമറൊക്കെ വരുന്നുണ്ടായിരുന്നു, എമ്പുരാന്റെ റിലീസ് ഡേറ്റ് മാറ്റി വെക്കണം, ലൈക്കായിട്ട് എന്തൊക്കെ ഇഷ്യൂ ഒക്കെ ഉണ്ടാവുന്നുണ്ടെന്ന്. ആ ഡേറ്റ് ക്രോസ് ചെയ്യാതിരിക്കാൻ എന്നുള്ള രീതിയിൽ ആന്റണി ചേട്ടൻ ഈസി ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കറാണ്. പിന്നെ അതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിസിഷൻ മേക്കറും കൂടി തന്നെയാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടർ. ഇവർക്ക് രണ്ടുപേർക്കും അൺകൺട്രോൾഡ് അല്ലാത്ത ഒരു കാര്യം ഇതുവരെ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. വെൽക്കം ബാക്ക് ടു ജംഗോ സ്പേസ്. ഞാൻ കിങ്ങിണി. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മലയാളം ഫിലിം ഇൻഡസ്ട്രി തന്നെ മുൻനിരയിൽ വളരെ ടാലന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ശ്രീജിത്ത് ഗുരുവായൂർ. വെൽക്കം സാർ. എന്തുണ്ട് വിശേഷം? സുഖം. ഒരുപാട് പുതിയ വിശേഷങ്ങളുണ്ടല്ലേ? അതെ, ഇപ്പം എല്ലാവർക്കും എല്ലായിടത്തും എമ്പുരാൻ വിശേഷങ്ങളാണല്ലോ. അതെ, ഞാനിപ്പം സാറിൻ്റെ പേര് ശ്രീജിത്ത് ഗുരുവായൂർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പോയത് റീസെൻ്റ്ലി ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു ഇൻസ്റ്റയിലൊക്കെ. എമ്പുരാൻ്റെ ടീസർ ലോഞ്ചിൽ പൃഥ്വിരാജ് സാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് വേൾഡിലെ ബെസ്റ്റ് ടീമാണ് എൻ്റെ കൂടെ ഉള്ളതെന്ന്. അതിൽ പ്രത്യേകം പറഞ്ഞ ഒരു 2-3 പേരുടെ കൂടെ പറഞ്ഞ പേരാണ് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ശ്രീജിത്ത് ഗുരുവായൂർ എന്നുള്ളത്. അപ്പോൾ എമ്പുരാൻ്റെ വിശേഷം തന്നെ നമുക്ക് തുടങ്ങാം. എങ്ങനെ ഉണ്ടായിരുന്നു എമ്പുരാൻ്റെ വിശേഷങ്ങൾ? എമ്പുരാൻ ഓവറോൾ ഇപ്പോൾ രാജു പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ അതിലുള്ള എല്ലാ ടെക്നീഷ്യൻസും അത് ഡിസർവ് ചെയ്യുന്ന ആളുകളാണ്. അതായത് ഈവൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഓൾറെഡി നമ്മൾ ലൂസിഫർ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആ മൂവി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് രാജുവിൻ്റെ കൂടെ ഫസ്റ്റ് ഡയറക്ടോറിയൽ മൂവിയിൽ ഏറ്റവും കൂടെ നിന്ന് വളരെ ജെല്ലായിട്ട് വർക്ക് ചെയ്ത ആളുകളാണ് ഈ പറഞ്ഞ എല്ലാ ടെക്നീഷ്യൻസും. ഇപ്പോൾ ഞാനായാലും സുജിത് സുധാകർ കോസ്റ്റ്യൂമർ, സുജിത് സുദേവ് എന്ന് പറയുന്ന ക്യാമറാമാൻ, മോഹൻദാസ് എന്ന് പറയുന്ന മണി, പിന്നെ സ്റ്റില്ല് സിനറ്റ്, ഈവൻ അതിനകത്ത് മെൻഷനിങ് ഈ വാവ, പിന്നെ നിർമ്മൽ, അതല്ലാതെ തന്നെ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ റിനിത്ത് ഉണ്ട്, ജിഷ്ണു, പുതിയ ടീമിൽ ജിഷ്ണു ഉണ്ട്, പിന്നെ അതുപോലെ ലിബിൻ എന്ന് പറയുന്ന, പിന്നെ JP എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒത്തിരി AD ഡിപ്പാർട്ട്മെൻ്റ് ആയാലും പിന്നെ എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു 10ഓളം പേര് വരുന്ന ഒരു ടീം തന്നെയാണ്. അപ്പോൾ ഈവൻ എൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ടീമും കൂടി അത് ഡിസർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വളരെ ജെല്ലായിട്ട് രാജുവിൻ്റെ കൂടെ ഒരു ഇത്രയും ആളുകൾ അടങ്ങുന്ന അല്ലെങ്കിൽ ഈ ക്രൂ അടങ്ങുന്ന പിന്നെ ബാക്കിയുള്ള എല്ലാ പ്രൊഡക്ഷൻ ടീം അടങ്ങുന്ന എല്ലാവരും അത് വളരെ ഹാർഡ് വർക്കായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ ചില ഘട്ടങ്ങളിൽ ഭയങ്കര കോമ്പറ്റീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മത്സര പ്രതീതി രീതിയിലൊക്കെയാണ് അവരവരുടെ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ വളരെ സൗഹൃദപരമായ എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ജെല്ലാണ്. ബെസ്റ്റ് കൊടുക്കണം. ഇതിൻ്റെ എമ്പുരാൻ്റെ സിനിമാറ്റോഗ്രാഫറായിട്ടുള്ള സുജിത് വാസുദേവ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഓരോ കരിയറിലെ ക്രിയേറ്റീവായിട്ടുള്ള പേഴ്സൺസിൻ്റെ അവർക്ക് കിട്ടുന്ന പ്ലാറ്റ്ഫോം അനുസരിച്ചിട്ട് അവരുടെ ഏറ്റവും ലാസ്റ്റ് വർക്കായിരിക്കും അവരുടെ ഏറ്റവും നല്ല വർക്ക് എന്ന് അതായിരിക്കണമല്ലോ എന്ന് അത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ക്യാൻവാസാണ് എമ്പുരാൻ എന്ന് പറയുന്ന ലാർജ് സ്കെയിൽ
ലാർജ് ഫ്രെയിമുകൾ. അപ്പോൾ ആ ഫ്രെയിമിലേക്ക് അദ്ദേഹം ക്യാമറ ആംഗിളിൽ നിന്ന് കാണുമ്പോൾ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഘടകങ്ങളാണ് മേക്കപ്പ്, കോസ്റ്റ്യൂം പ്ലസ് പ്രൊഡക്ഷൻ ഡിസൈൻ. അപ്പോൾ ഇത് ജെല്ലാവുമ്പോഴാണ് അദ്ദേഹത്തിന് അത് ഏറ്റവും കൂടുതൽ അത് ഫ്രെയിമിലൂടെ അദ്ദേഹം എൻജോയ് ചെയ്യുന്നത്. ഇതിൻ്റെ അടുത്ത വേർഷനാണ് ഡയറക്ടർക്ക് അത് കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്. അപ്പോൾ ഇതൊരു ഈ പറഞ്ഞ മത്സര പ്രതീതി എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സെറ്റായിരുന്നു. പറയുമ്പോൾ ഒരു 14 month ഷൂട്ട് പ്രോസസ്സ് ഉണ്ടായിരുന്ന, ഒരു രീതിയിലും ഈഗോ ഇല്ലാത്ത, വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന വൈബും എല്ലാം അത് നമുക്ക് മനസ്സിലാവും. കാര്യം പൃഥ്വിരാജ് സാർ അത്ര ഇതായിട്ടാണ് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ടീം എന്ന് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പൃഥ്വിരാജിനെ പോലെ ഒരാൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷെ എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ലൂസിഫറിൽ നിന്ന് എമ്പുരാനിലേക്ക് വരുമ്പം എല്ലാവർക്കും അറിയാം ഇപ്പം മലയാളം കാത്തിരിക്കുന്ന ഒരു റിലീസാണ് എമ്പുരാൻ എന്നുള്ളത്. അപ്പോൾ അതിലേക്ക് എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിന് മുന്നേ കുറച്ച് എക്സ്ക്ലൂസീവ് സെക്ഷൻസോ മീറ്റിംഗ്സോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ പൃഥ്വിരാജ് സാറിൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓവറോൾ മേക്കിംഗ് രീതിയൊക്കെ എങ്ങനെയായിരുന്നു? ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിൻ്റെ ഒരു ഓപ്പണിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ ലൂസിഫർ കഴിഞ്ഞു, അതിൻ്റെ ഒരു സക്സസ് കഴിഞ്ഞു. ആഫ്റ്റർ നമ്മൾ ബ്രോഡാഡി ഷൂട്ട് കഴിഞ്ഞു, അതെല്ലാം ആ പ്രോസസ്സെല്ലാം കഴിഞ്ഞ് എമ്പുരാൻ അനൗൺസ് ചെയ്ത്. എമ്പുരാൻ്റെ ആദ്യ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടറുടെ ബ്രീഫാണ് എമ്പുരാൻ്റെ. അതൊരു ഓൾ ടീമാണ്, ഒരു 10-20 മെമ്പർ വരുന്ന എവരി ചീഫ് ടെക്നീഷ്യൻ പ്ലസ് ADs അടങ്ങുന്ന പൃഥ്വിരാജിൻ്റെ ഒരു വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള ആ ബ്രീഫ് കഴിയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഫ്രെയിം ടു ഫ്രെയിം എന്താണ് അവരവരുടെ ഡ്യൂട്ടീസ്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് വളരെ ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു ബ്രീഫിംഗ് ആണ് അത്. അത്തരം ഒരു നരേഷൻ മറ്റാളുകളിൽ എല്ലാത്തിൻ്റെയും പ്രീ പ്രൊഡക്ഷനിൽ അത് സംഭവിക്കുന്നുണ്ട്. പക്ഷേ പുള്ളി ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അപ്പുറത്തേക്ക് ഒരു ഡയറക്ടർ ആകുമ്പോൾ കാണുന്ന ഒരു പാഷൻ, അത് നരേറ്റ് ചെയ്യുമ്പോൾ ഒരു ആക്ടർ പ്ലസ് ഡയറക്ടറുടെ സ്കില്ലാണ് ശരിക്കും നമ്മളത് കാണാം. അപ്പോൾ തന്നെ നമുക്ക് ഒരു ആ സിനിമയുടെ ഡ്യൂറേഷൻ ഒരു സിനിമയായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതാണ് എമ്പുരാൻ്റെ വലിപ്പം. വാവ്. അല്ലെങ്കിൽ ഇതിലെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്, എത്രമാത്രം നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, അതിൻ്റെ സാധ്യതകൾ അവിടെ തുടങ്ങി. എവരി ടെക്നീഷ്യൻസ് അവിടെ നിന്നുള്ളൊരു ട്രാവൽ. പിന്നെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ നമ്മൾക്ക് വളരെ അഡ്വാൻറ്റേജ് ആണ്. എന്താ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ അദ്ദേഹം ട്രസ്റ്റ് ചെയ്യുന്ന മൊമെൻറ്റ്സിൽ നമ്മൾ എങ്ങനെയായിരിക്കണം. അപ്പോൾ വളരെ ബ്ലൈൻഡായിട്ടാണ് പുള്ളി ഈ ടെക്നീഷ്യൻസിനെ ട്രസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ ഓൾ മാത്രമാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. അത് ഡിസർവ് ചെയ്യുന്നു എന്ന് പറയുന്നത് എല്ലാവരും ആ വാക്ക് ഉള്ളിലുണ്ടാവും. ചിലർ ചില വേദികളിൽ പറയുന്നു എന്ന് മാത്രം, എക്സ്പ്രസ് ചെയ്യുന്നു മാത്രം. അത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. പക്ഷെ അത് എല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും അത് ഡിസർവ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടീം എന്ന് പറയുന്നത് അത്രയും ഭയങ്കര, അതിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാം. മലയാളം സിനിമ ഒരുപാട് നോക്കിക്കാണുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ. പക്ഷെ അതിലുപരി സാറിൻ്റെ ലൈഫിലും സാറിൻ്റെ കരിയറിലും 125ാമത്തെ സിനിമയാണല്ലോ എമ്പുരാൻ. അപ്പം അതിനൊരു പ്രത്യേകത എന്തായാലും കൂടുതലായിരിക്കുമല്ലോ. അപ്പം അതിനെന്തെങ്കിലും ഇൻ പേഴ്സണൽ പ്രിപ്പറേഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നോ എമ്പുരാന് വേണ്ടി? ഇത് ആക്ച്വലി എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു 124-125ാമത്തെ സിനിമ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇത്തരം ഒരു ലാർജ് സ്കെയിലിൽ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി എന്നുള്ളതാണ്. ഈവൻ എല്ലാവരും ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്തും ഡയറക്ടർ ദിലീഷ് പോത്തനൊക്കെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ വിജയം ഇവിടെ അനിവാര്യമാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ ഫ്രെയിമുകൾ, ലാർജ് ഈ ഡയറക്ടർ വ്യൂവിൽ ഇത്തരം സക്സസ്സുകൾ മാത്രമേ ഇനി മുന്നോട്ടുള്ള സിനിമകളെ, ഇത്തരം സിനിമകൾ നമുക്ക് ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് എത്തിക്കുള്ളൂ. അപ്പോൾ ഈവൻ ഇപ്പോൾ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഈ 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ, അല്ലെങ്കിൽ സ്റ്റിൽ ഇത്തരം 3 ഡിപ്പാർട്ട്മെൻറ്റുകളാണ് കൂടുതൽ സിനിമകളിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാതെ പോകുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും കുറച്ചും കൂടി അപ്രോച്ച് ചെയ്യാൻ പറ്റാറുണ്ട് മറ്റ് അതർ ലാംഗ്വേജിലേക്ക്, തെലുങ്കായാലും തമിഴാണെങ്കിലും. അപ്പോൾ അവർക്ക് സ്പേസും ഉണ്ട്, അവർക്ക് ഫിനാൻഷ്യലി എല്ലാ സാധ്യതകളുമുണ്ട്. പക്ഷേ ഇപ്പോഴാണ് ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് മുമ്പുള്ള സിനിമകളുടെ എണ്ണം എടുത്താൽ അത്തരം വലിപ്പമുള്ള സിനിമകളിലാണ് ഒരു ടെക്നീഷ്യൻസിന് വളരെ എന്താ പറയുക എഫിഷ്യൻ്റായിട്ടും അല്ലെങ്കിൽ അവരുടെ സ്കില്ല് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്.
അപ്പോൾ എമ്പുരാനിലേക്ക് എത്തുമ്പോൾ അത് 125ാമത്തെ സിനിമ എന്നതിനപ്പുറത്ത് നമുക്ക് ഈ സിനിമയിൽ എന്തുമാത്രം എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇതിലിപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മളിപ്പം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഒരുപാട് ഹിന്ദി ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാരുടെയും ക്യാരക്ടർ ലുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വ്യക്തമായ ഒരു എന്താ പറയുക ക്ലാരിറ്റി പൃഥ്വിരാജ് സാർ തന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ആയിരിക്കണം ലുക്ക് എന്നുള്ളത്. ആദ്യത്തെ ബ്രീഫിൽ അത് കൃത്യമായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ടാസ്ക് ഉണ്ട്, അതായത് ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ടാസ്ക് ഉണ്ട്. അതായത് ഏത് ഇപ്പോൾ സിനിമയ്ക്ക് പ്രീ പ്രൊഡക്ഷൻ ഏറ്റവും നന്നായി പ്രീ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ഷൂട്ട് പ്രോസസ്സ് ഈസി ആവും. പക്ഷേ ആ പ്രോസസ്സിനെ ബ്രേക്ക് ചെയ്യുന്ന ചില എലമെൻസുകളുണ്ടാവും. അതായത് ലാസ്റ്റ് മൊമെൻറ്റിൽ വരുന്ന ചില ക്യാരക്ടേഴ്സിൻ്റെ എൻട്രി, അല്ലെങ്കിൽ ഫിക്സ് ചെയ്ത ക്യാരക്ടേഴ്സിനെ മാറ്റി റീപ്ലേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. അത് ഈ സിനിമയിലും സ്വാഭാവികമായിട്ട് ലോങ് ജേണിയുള്ള ചില സിനിമകളിൽ ചില ലാസ്റ്റ് മൊമെൻറ്റിൽ ഷൂട്ടിംഗ് ഡേയ്സ് പ്ലാൻ ചെയ്യുമ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ സയ്യിദിൻ്റെ ഫാമിലി, പൃഥ്വിരാജ് പ്ലേ ചെയ്യുന്ന സയ്യിദ് മസൂദ് എന്ന ക്യാരക്ടറിൻ്റെ ഫ്ലാഷ് ബാക്ക് ഏരിയകളിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലീനെ പ്രസൻറ്റ് ചെയ്ത കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ക്യാരക്ടേഴ്സിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നിർമ്മലയായാലും വാവയായാലും രാജുവിൻ്റെ ബ്രീഫിന് ശേഷം കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ഇവരാണ്. അപ്പോൾ അവർ കാസ്റ്റ് ചെയ്യുന്ന ചില ക്യാരക്ടേഴ്സിനെ റീപ്ലേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ലാസ്റ്റ് മൊമെന്റിൽ. അതിലൊരു ക്യാരക്ടറാണ് നയൻ ഭട്ട് എന്ന് പറയുന്ന ഒരു ആക്ടർ ചെയ്ത ഒരു ക്യാരക്ടർ, ഗ്രാൻഡ് മൈഡ്, അതായത് സയ്യിദ് മസൂദിന്റെ ഗ്രാൻഡ് മൈഡ്. ഇത്രയും ക്ലാരിറ്റി ഇപ്പോൾ ഓൾറെഡി സാറിന് ഉണ്ടല്ലോ, ഇങ്ങനെ ആയിരിക്കണം ലുക്ക് വൈസ് എന്നൊക്കെ. അപ്പോൾ ഈ ലാസ്റ്റ് മൊമെന്റ് റീപ്ലേസ് ചെയ്യുമ്പോൾ അതൊരു അതിൻ്റെ ഒരു ചലഞ്ച് നമ്മൾ നേരിട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സയ്യിദ് മസൂദിൻ്റെ ഗ്രാൻഡ് മൈക്ക് വേണ്ട ഏജ് ഒരു 85 ആണ്. അതാണ് നമുക്ക് ക്യാരക്ടർ ബ്രീഫിൽ ഉണ്ടായിരുന്നത്. പക്ഷേ റിയൽ ലാസ്റ്റ് മൊമെന്റിൽ വന്ന നയൻ ഭട്ടിൻ്റെ ഏജ് എനിക്ക് തോന്നുന്നത് എബോവ് 65 ആണ്. അപ്പോൾ ഉണ്ടാവുന്ന ഒരു 20 ഇയേഴ്സിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം എന്ന് പറയുന്നിടത്താണ് നമ്മുടെ ചലഞ്ച്. അതും ഷൂട്ടിന് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ്. അപ്പം നമ്മൾ നമ്മുടെ സാധ്യതകൾ ലിമിറ്റേഷൻസ് ആണ്. അതായത് നമുക്ക് അവരെ ആഡ് ഓൺ ചെയ്യുന്ന, ഇപ്പോൾ നമ്മളൊരു ഏജിങ് ചെയ്യുന്ന സമയത്ത് സ്കിന്നിലുണ്ടാവുന്ന റിങ്കിൾസ്, അതായത് നമ്മുടെ റിയൽ ഫീച്ചേഴ്സിനെ നമ്മൾ മോൾഡ് ചെയ്യുമ്പോൾ കാണുന്ന ഫീച്ചേഴ്സിനെ ഏജിങ് ആക്കുന്നത് റിങ്കിൾസ് ആണ്. പിന്നെ നര, ഇതൊക്കെ നമ്മുടെ നാച്ചുറൽ പ്രോസസ്സാണ്. പക്ഷെ അതൊന്നും ഇല്ലാത്ത ഒരാളെ അതിലേക്ക് അവിടെയാണ് മേക്ക് ഓവർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇരിക്കുന്നത്. പക്ഷേ ജീവിതത്തിൽ ഞാൻ ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ എന്നെ ഉള്ളിൽ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് കണ്ണിൽ കാണുന്ന പെർഫെക്ഷൻ മേക്കപ്പിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതാണ് ഞാൻ എന്നിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഞാൻ എന്നെ പഠനവിധേയമാക്കുമ്പോൾ ഞാൻ സ്വയം മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ അവിടെയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എന്നെ ചലഞ്ച് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ആക്ടിങ് 2 തരത്തിലുണ്ടാവും. നന്നായി ആക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ആ ആക്ടിങ് അറിയാതെ ബിഹേവിങ് പോലെ. അപ്പം നമ്മളവിടെ റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെ എൻ്റെ വർക്കിനെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളിടത്താണ് ഞാൻ ചെയ്യുന്നത്. അത് ഈവൻ നയൻ ഭട്ടിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും നന്നായിട്ട് നമ്മൾ ആ ഏരിയയിൽ എൻ്റെ കഴിവിൻ്റെ മാക്സിമം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതൊരു ഭംഗിയായിട്ട് വന്നിട്ടുള്ളത് കൊണ്ടായിരിക്കുമല്ലോ സാർ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് പോലും. അതെ, അതൊരു 3 മണിക്കൂർ പ്രോസസ്സാണ്. പിന്നെ ആ പ്രോസസ്സ് പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരാളുടെ മുഖത്ത് ടച്ച് ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്നൊരു ഫീലുണ്ട്. അതായത് അതിപ്പോൾ ഏതൊരു വ്യക്തിയും കംഫർട്ട് സോണിൽ നിൽക്കുന്ന സമയത്ത് അവർ ഭയങ്കര കംഫർട്ടാവും. കംഫർട്ടായി കിട്ടുമ്പോഴാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഈസി ആവുന്നത്. പിന്നെ നമ്മൾ ആ പ്രോസസ്സ് തുടങ്ങുമ്പോൾ അവസാനിക്കുന്നത് വരെ നമ്മളൊരു ട്രാവലിംഗ് ആണ്, മൈൻഡ് ട്രാവലിംഗ് ആണ്. അതിൽ നമ്മൾ എത്രമാത്രം എൻജോയ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മളുടെ ആ മാജിക് റിസൾട്ട് ഉണ്ടാവും. പക്ഷെ ഫൈനൽ എത്തുമ്പോഴും ഒരിക്കലും നമ്മളവിടെ സക്സസ് അല്ല. മീൻസ് ആ പ്രോസസ്സ് കഴിഞ്ഞ് ക്യാമറയുടെ മുന്നിലേക്ക് ഈവൻ നയൻ ഭട്ടിൻ്റെ ക്യാരക്ടർ മേക്ക് ഓവർ കഴിഞ്ഞ് രാജുവിൻ്റെ ഡയറക്ടർ എന്നുള്ള രീതിയിൽ പൃഥ്വിരാജ് ആ ഫേസ് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്നുള്ള എക്സ്പ്രഷൻ ഓക്കെ, അതിനാണ് നമ്മുടെ ഔട്ട്പുട്ടിന്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ആ മൊമെന്റിലും നമ്മൾ അവരുടെ ഫേസിൽ ഇനി എന്താ ചെയ്യാൻ പറ്റുക, അടുത്ത പോയിന്റിൽ ഇത് എത്രമാത്രം നന്നാക്കാൻ പറ്റും എന്നുള്ള സെർച്ചിങ്ങിലായിരിക്കും നമ്മൾ. എത്ര ടൈം എടുത്തു ആ ഒരു 20 വയസ്സ് പ്രായം കൂടുതൽ കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഗെറ്റപ്പിലേക്ക് കൊണ്ടുവരണമായിരുന്നല്ലോ. അപ്പൊ അതിന് ശരിക്കും എത്ര ടൈം? ഒരു 3 മണിക്കൂറിനടുത്ത് ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് അവരെ ഫുൾ മേക്ക് ഓവർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ പ്രോസസ്സിലേക്ക് വിടുന്നത്. ഈ എമ്പുരാൻ ഫിലിമിൽ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് മേക്ക് ഓവർ ചെയ്തത് ഈ ആർട്ടിസ്റ്റിനെ തന്നെയായിരുന്നോ?
എമ്പുരാൻ സിനിമയിൽ ഇപ്പോൾ ഏജ് മേക്കപ്പ് ഉണ്ട്, ഇപ്പോൾ ഈ ഒരു ലേഡി ഉണ്ട്, അല്ലാതെ പ്രോസ്തറ്റിക് മേക്കപ്പ് ഉണ്ടായിരുന്നു. പ്രോസ്തറ്റിക് മേക്കപ്പിൻ്റെ പ്രോസസ്സും ഇത് ഏകദേശം ഈ ചാലഞ്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോസ്തറ്റിക് മേക്കപ്പും ഏകദേശം ഈ ഒരു പ്രോസസ്സ് തന്നെയാണ്. അതൊരു 3 മണിക്കൂർ തന്നെയാണ് അതിനും ഏകദേശം വേണ്ടി വരിക. അത്തരം 3-4 ക്യാരക്ടേഴ്സ്. 3 മണിക്കൂറിന്റെ പ്രോസ്തറ്റിക് വർക്കുള്ളതെന്ന് പറയുമ്പോൾ എമ്പുരാനിൽ നമുക്ക് കാര്യമായിട്ട് പ്രതീക്ഷിക്കാൻ മാത്രമുള്ള മേക്ക് ഓവർ വർക്കുകൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. മേക്ക് ഓവറുകളുണ്ട്, പക്ഷേ നമ്മൾ പറഞ്ഞില്ലേ ഈ സിനിമയിൽ അത് ഏതൊക്കെ മൊമെന്റിൽ എക്സ്പ്ലോർ ആകുമെന്ന് ആർക്കും പ്രെഡിക്റ്റബിൾ അല്ല. ഇപ്പോൾ ഈവൻ ഞാൻ ഇതിനകത്തുള്ളൊരു ഏറ്റവും ഹൈഡായിട്ടുള്ളൊരു ഹൈഡല്ല, അതായത് ഈ 9 ബട്ട് എന്ന് പറയുന്ന ലേഡിയുടെ പോസ്റ്റർ അവരുടെ ക്യാരക്ടർ പോസ്റ്റർ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ സ്ക്രീനിൽ മേ ബി എൻ്റെ ഒരു വിശ്വാസമാണ്, മേ ബി അവരെ സ്ക്രീനിൽ കണ്ടാൽ ചിലപ്പോൾ ഏകദേശം അവർ റിയൽ ലുക്ക് ഇതാണ് എന്ന് വിശ്വസിച്ച് എന്ന് കരുതിയാൽ അത് മേക്കപ്പ് അല്ല. അതായത് അതിന്റെ പുറകിലെടുത്ത എഫേർട്ട് ആരും അറിയില്ല. അത്തരം ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതായത് നമുക്ക് സ്ക്രീനിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന രീതിയിൽ ഒരാൾ എഫേർട്ട് എടുത്താൽ അതാണ് നമുക്ക് സത്യം തോന്നുന്ന രീതിയിൽ അവിടെയാണ് ഒരു ഡയറക്ടർ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നത്. പക്ഷേ ചില എഫേർട്ടുകൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നിടത്താണ് ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാനും സക്സസ് ആണ്. എന്നാൽ ഇതിൻ്റെ പുറകിലുള്ള എഫേർട്ടുകൾ പലപ്പോഴും എൻ്റെ കരിയറിൽ കുറേ എഫേർട്ടുകൾ പലരും അറിയാതെ പോയിട്ടുള്ള പ്രോസസ്സുകളുണ്ട്. പക്ഷേ അത് ഞാൻ എൻജോയ് ചെയ്യുന്നു. ഓക്കെ. പൃഥ്വിരാജിൻ്റെ സാറിൻ്റെ കൂടെ തന്നെ ഒരുപാട് ഇതിന് മുന്നേ ഇപ്പം സാറ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നത് 2000-ലാണെന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇത്രയും നാളിൻ്റെ ഇടയ്ക്ക് ആസ് ആൻ ആക്ടറും അറിയാം, ഇപ്പോൾ ഡയറക്ടറുമായിട്ടും അറിയാം. സത്യം തൊട്ട് ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്ടറിൽ നിന്നും ഡയറക്ടറിലേക്ക് വരുമ്പം ഇല്ലെങ്കിൽ ഇത്രയും വർഷത്തെ ഒരു ജേർണി പൃഥ്വിരാജ് സാറിൻ്റെ കൂടെ നിന്ന് കണ്ടെന്ന ഒരു വ്യക്തിയുടെ നിലയ്ക്ക് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഞാൻ രാജുവിൻ്റെ കൂടെ ഫസ്റ്റ് വർക്ക് ചെയ്തത് എനിക്ക് തോന്നുന്നത് സത്യത്തിനൊക്കെ മുമ്പ് മീരയുടെ ദുഃഖം, പിന്നെ സത്യം, സ്വപ്നക്കൂട്, ചോക്ലേറ്റ്, ക്ലാസ്മേറ്റ്സ്, പിന്നെ അച്ഛനുറങ്ങാത്ത വീട്, അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ജേണി ആയിരുന്നു. പക്ഷേ രാജു വന്ന മുതൽ ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആക്കുന്ന ആക്ടർ എന്നുള്ളതായിരുന്നു. നമ്മൾ അന്ന് അസിസ്റ്റൻ്റായിട്ട് വളരെ ക്യാമറയ്ക്ക് അടുത്ത് നിന്ന് കാണുന്ന സമയത്ത് ഈ പറഞ്ഞ ലിറ്ററലി ആയാലും പുള്ളി സ്ക്രിപ്റ്റ് അതൊക്കെ വളരെ ഒരുപാട് ആളുകൾ ബ്രീഫ് ചെയ്തിട്ടുള്ള പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ഒറ്റ നോട്ടത്തിൽ തന്നെ സ്കാൻ ചെയ്തെടുക്കുന്ന സ്ക്രിപ്റ്റ് ഡയലോഗുകൾ, അതുപോലെ ഡയലോഗ് ഡെലിവറികൾ, അത് ആ കാലഘട്ടത്തിൽ പുള്ളിയുടെ ടാലൻറ്റ് ഒത്തിരിയായിരുന്നു. പിന്നീട് പോകെ പല ആളുകളുടെ ഇൻട്രാക്ഷൻസിലൂടെ രാജുവിൻ്റെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ പുള്ളിയുടെ വളർച്ചയേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിലുള്ള രാജുവിൻ്റെ വളർച്ചയാണ്. അതായത് 9 എന്ന് പറയുന്ന സിനിമ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷനുള്ള സിനിമയായിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ പാഷൻ അല്ലെങ്കിൽ അംബീഷൻ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ കൂടുതൽ അടുത്തറിഞ്ഞത്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വിഷൻ എന്തായിരുന്നു എന്നുള്ളത് ഏറ്റവും അടുത്ത് നിന്ന് ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ അടുത്തറിഞ്ഞു. ഈവൻ ലൂസിഫറിൻ്റെ സക്സസ് സെലിബ്രേഷൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ടെക്നീഷ്യൻസിനോടുള്ള ചോദ്യങ്ങൾ എന്താണ് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞ സമയത്ത് ചോദിച്ചു രാജുവിനോടുള്ള എന്താണ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന്. അപ്പോൾ ഞാൻ പേഴ്സണലി എനിക്ക് ആക്ടർ പൃഥ്വിരാജിനേക്കാളും ഇഷ്ടം ഡയറക്ടർ പൃഥ്വിരാജിനോടാണ്. അദ്ദേഹത്തിന് അത് കഴിഞ്ഞാൽ ആസ് എ ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ എനിക്കും ഏറ്റവും കംഫർട്ട് തരുന്നത് കംഫർട്ടബിൾ ഡയറക്ടർ എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ സ്പേസ് ആണ്. അപ്പോൾ അത് ഞാൻ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഞാനിത് ഔട്ട് ഓഫ് ദി ബോക്സ് ചോദിക്കുകയാണ്. ഈ അടുത്തായിട്ട് കുറച്ച് റൂമറൊക്കെ വരുന്നുണ്ടായിരുന്നു എമ്പുരാൻ്റെ റിലീസ് ഡേറ്റ് മാറ്റി വെക്കണം, ലൈക്കായിട്ട് എന്തൊക്കെ ഇഷ്യൂ ഒക്കെ ഉണ്ടാവുന്നുണ്ടെന്ന്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റൂമറുകൾ ഞാനും കേട്ടു, അതിനകത്തും ചില ചർച്ചകളും ഉണ്ടായതായിട്ട് അറിഞ്ഞു. പക്ഷേ ഈ മൊമെന്റ് വരെ അത്തരം ഒരു ഏറ്റവും നല്ല ടീമാണല്ലോ. അപ്പോൾ എന്ത് റൂമർ കേട്ടാലും ഈവൻ ആ ഡേറ്റ് ക്രോസ് ചെയ്യാതിരിക്കാൻ ഇപ്പോൾ പ്രൊഡക്ഷൻ എന്നുള്ളൊരു ആശീർവാദ് എന്നുള്ള രീതിയിൽ ആന്റണി ചേട്ടൻ അതിന് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കറാണ്. പിന്നെ അതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിസിഷൻ മേക്കറും കൂടി തന്നെയാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടർ. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അൺകൺട്രോൾഡ് അല്ലാത്ത ഒരു കാര്യം ഇതുവരെ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. അതേ ഡേറ്റിൽ തന്നെ റിലീസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ സാർ, ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് അങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വൺ പറയാനുണ്ടാവുമോ? കോംപ്ലിമെന്റ്. ഇപ്പോൾ ഞാൻ ഒരു ആന്തോളജി ഒരു മൂവിയിൽ
വിനീത് കുമാർ ഉണ്ടല്ലോ, ഡാൻസറും ഒക്കെ ആയിട്ടുള്ള ആക്ടർ വിനീത് കുമാറിൻ്റെ ഒരു മേക്ക് ഓവർ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അതൊരു വിനീത് കുമാറിന് അന്നൊരു 35 എബോവ് ഏജ് ഉണ്ട്. അതിൽ നിന്നൊരു 65-70യിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്തത്. അപ്പോൾ ആ പിക്ക് അതൊന്ന് മേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞ സമയത്ത് അന്ന് അത്യാവശ്യം എല്ലാവരും ചർച്ച ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വർഷം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിൽ ഈവൻ മമ്മൂക്ക ക്യാരവാനിൽ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ അന്ന് എന്തോ കാര്യത്തിന് വേണ്ടി ക്യാരവാനിൽ കയറിയ സമയത്ത് ഞാൻ ഈ പിക്ക് ജസ്റ്റ് ഒന്ന് സർ ഇത് ഞാൻ ചെയ്ത വർക്കാണെന്നാണ് പുള്ളി നോക്കിയിട്ട് പറഞ്ഞു, ഇത് മറ്റേ പ്രൊഡക്റ്റ് അല്ലേ, അതിലുപയോഗിച്ച വളരെ മൈന്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. ആ പ്രൊഡക്റ്റ് അതിനു വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുക. പക്ഷെ ആ വർക്ക് കണ്ടിട്ട് ആ പ്രൊഡക്റ്റാണ് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തൊരു വ്യക്തിയാണ്. കറക്റ്റായിട്ട് മമ്മൂക്ക് മെൻഷൻ ചെയ്തു. ഞാൻ ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒബ്സർവേഷൻ ഉണ്ടല്ലോ, അതായത് സിനിമയ്ക്ക് വേണ്ടി ഇത്രയും പാഷനേറ്റീവായിട്ട് ഇത്രയും എല്ലാത്തിനെ കുറിച്ച് എനിക്ക് അറിയണമെന്ന് പറയുന്ന അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു ഇമാനുവൽ ഷൂട്ട് നടക്കുന്ന സമയത്ത് മുക്തയുടെ ഒരു ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ ഒരു ട്രീറ്റ്, അപ്പോൾ അത് ആ മേക്ക് ഓവർ കഴിഞ്ഞ സമയത്തും പുള്ളി പറഞ്ഞു കണ്ടിട്ട് കൊള്ളാം എന്ന് പറഞ്ഞ സട്ടിലായിട്ടുള്ള ചില റിയാക്ഷൻസ് ഉണ്ട്. അപ്പോഴാണ് സലീം കുമാർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, ഇവൻ ക്യാൻസർ പേഷ്യന്റിന്റെ സ്പെഷ്യൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അത് ഉദ്ദേശിച്ചത് ഡയമണ്ട് നെക്ലേസ്. ഞാൻ അതിലേക്ക് വരികയായിരുന്നു. ഡയമണ്ട് നെക്ലേസിലും സമൃദ്ധ ചേച്ചിയുടെ മുടി നമുക്ക് എല്ലാവർക്കും അറിയാം, അത്രയും ഭംഗിയുള്ള തിക്കായിട്ടുള്ള ഒരു ഹെയർ കംപ്ലീറ്റ്ലി അത് ഹൈഡ് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ കാണിക്കാതെ എല്ലാവർക്കും ഭയങ്കര ഞെട്ടലുണ്ടാക്കിയ ഒരു ക്യാരക്ടറായിരുന്നു ആ ഒരു ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, അത് ആക്ച്വലി ഞാൻ ചെയ്ത വർക്കിൽ ഏറ്റവും ചലഞ്ചിങ് വർക്ക് അതായിരുന്നു. അതായത് നമ്മൾ ഇപ്പോൾ എൻ്റെ ഒരു പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഡ്യൂറേഷൻ കൂടുന്ന വർക്കിൽ നമുക്ക് ഞാൻ എപ്പോഴും എൻ്റെ കൂടെയുള്ള ആളുകളോടൊത്തും പറയുന്നത് എന്താ വെച്ചാൽ, നമുക്കൊരു പോയിന്റ് കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് ചെറുതായിട്ട് സ്കിപ്പാവും, അല്ലെങ്കിൽ നമുക്കൊരു ബോറടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൊമെൻ്റ് ഉണ്ടാകുമ്പോൾ ഞാൻ ആ സെക്കൻഡിൽ വർക്ക് നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ അത് ഒബ്സർവ് ചെയ്യും. പിന്നെയാണ് നമ്മൾ വർക്ക് റീസ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു പ്രോസസ്സാണ് നമ്മളെ വീണ്ടും വീണ്ടും റീഫ്രഷ് ചെയ്യുന്നത്. ആക്ച്വലി മറ്റുള്ള ജോലിയിൽ ജസ്റ്റ് ചായ കുടിക്കാം, അല്ലെങ്കിൽ ടീ ബ്രേക്ക് എടുക്കാം, നമ്മളെ മെൻ്റൽ ഫ്രഷ് ആക്കാം. പക്ഷേ നമുക്ക് ഈ 3 മണിക്കൂറിനകത്ത് ജോലി ചെയ്യുന്ന സമയത്ത് അത്തരം മൊമെൻറ്റുകൾ, അതായത് നമ്മളുടെ 3 മണിക്കൂർ പ്രോസസ്സ് തുടങ്ങുന്നുണ്ടെങ്കിൽ, ഷൂട്ട് തുടങ്ങുന്ന 8 മണിക്കാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 5-നും 4-നും ആയിട്ട് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം എവറി ഡേ. മീൻസ് ഇത്തരം പ്രോസ്തെറ്റിക് വർക്ക് വരുമ്പോൾ. അപ്പോൾ ആ സമയത്ത് ഈ 3 മണിക്കൂറിൽ നമ്മൾ ചായ പോയിട്ട് വേറെ ഒരു തിങ്കിങ് പ്രോസസ്സും ഒന്നും ഉണ്ടാവില്ല, കംപ്ലീറ്റ് അതിലായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സായിരുന്നു ഡയമണ്ട് നെക്ലസിൽ ഉണ്ടായിരുന്നത്. അതായത് സമൃദ്ധയുടെ മുടി ഈ പറഞ്ഞ പോലെ ഹെയർ നല്ല തിക്കുള്ള ഹെയർ ആയിരുന്നു. അപ്പോൾ അത് പാക്കിങ്ങും അതും കാരണം, പിന്നെ അത് മാത്രമല്ല അതൊരു മണാലിയിലായിരുന്നു ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി എനിക്കതൊരു ആ ഷൂട്ടിംഗ് ഡേയ്സ് തുടങ്ങുന്നതിൻ്റെ ഒരു 1 മന്ത് മുമ്പ് എനിക്ക് ചിക്കൻ ബോക്സ് പിടിച്ച് കിടപ്പിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ചിക്കൻ ബോക്സ് മാറി ഒരു 15 ഡേയ്സിനകത്താണ് എനിക്ക് അങ്ങോട്ട് ട്രാവൽ ചെയ്യേണ്ടത്. ഞാൻ സത്യത്തിൽ അന്ന് ഫുൾ ഷിവറിങ് ആയിരുന്നു. ആക്ച്വലി ബോഡി മൊത്തം ഷിവർ ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു. അതായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ ചലഞ്ച്. അപ്പോൾ നമ്മൾ ഫിസിക്കലി ഉള്ള ചലഞ്ച് അതായിരുന്നു. പിന്നെ അവിടുത്തെ തണുപ്പും. പക്ഷേ റിസൾട്ടിലേക്ക് എത്തിയപ്പോൾ അത് ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്തു. ഈവൻ അയാളും ഞാനും തമ്മിൽ നിന്ന് ഷൂട്ടിനിടയ്ക്ക് ലാൽജു സാറും രാജുവും കൂടിയുള്ള കോൺവെർസേഷനിൽ രാജു വിചാരിച്ചത് അത് ഇതായിരുന്നു എന്നാ, സി ജി ചെയ്തതാണ് എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ലാലു സാർ പറഞ്ഞു അല്ല, അതവൻ്റെ അവൻ കേൾക്കണ്ട എന്നുള്ള രീതിയിൽ ആ രീതിയിലുള്ള ഒരു അപ്രിസിയേഷൻ. ഈ പറഞ്ഞ രാജു തന്നിട്ടുള്ള ഫ്രീഡം ഏറ്റവും കൂടുതൽ ഞാൻ ആസ്വദിച്ചിട്ടുള്ളത് ഈവൻ ലാൽജു സാറിൻ്റെ കൂടെ. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു 20ഓളം സിനിമകൾ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം എന്നെ ട്രസ്റ്റ് ചെയ്തതും എന്നെ ഇൻഡിപെൻഡൻ്റ് ആക്കിയതും മുല്ല എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ്. അപ്പോൾ ആ ഒരു മുല്ലയാണോ സാറിന്റെ ആദ്യത്തെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്ന? മുല്ലയാണ്. 2007 തോന്നുന്നു. 2007 മുല്ലയാണ് ഫസ്റ്റ് മൂവി. നമ്മൾ ഇത്രയും നേരം രാജുവേട്ടൻ എന്ന് പറഞ്ഞു പോകുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് രാജുവേട്ടനെ നമുക്ക് ഒട്ടും മറക്കാൻ പറ്റാത്ത രീതിയിൽ ലുക്ക് വൈസ് കണ്ടൊരു സിനിമയാണ് ആടുജീവിതം. അതിലും സാറ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ആ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിൽ പൃഥ്വിരാജിന്റെ എഫേർട്ട് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എങ്കിലും അതൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് സാറിന് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടാവുമല്ലോ. ആടുജീവിതത്തിലെ ആക്ച്വലി എൻ്റെ എഫേർട്ടിനേക്കാൾ കൂടുതൽ രഞ്ജിത്ത് അമ്പാടിയാണ് അതിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. രഞ്ജിത്ത് അമ്പാടിക്ക് മറ്റൊരു സിനിമ കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന ഒരു സിനിമ പാരലി നടക്കുന്നത് കൊണ്ട് ആദ്യ സിനിമ തുടങ്ങിയ കേരള ഷെഡ്യൂൾ മാത്രമേ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് അവർക്ക് പുറത്തു നിന്നുള്ളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവരണം. ഈവൻ ഇത്രയും വലിയൊരു സിനിമ മാത്രമല്ല ഇത്രയും മേക്ക് ഓവറൊക്കെ ഉള്ളത് കൊണ്ട് ബ്ലെസി സാറിൻ്റെ എല്ലാ സിനിമകളും രഞ്ജിത്ത് അമ്പാടിയാണ്. അപ്പം ഞാൻ ലാജു സാറിൻ്റെ എല്ലാ സിനിമകളും ചെയ്ത പോലെ ബ്ലെസി സാറിൻ്റെ എല്ലാ സിനിമകളും ചെയ്ത് രഞ്ജിത്ത് അമ്പാടിയാണ്. അപ്പോൾ രഞ്ജിത്ത് അമ്പാടീനെ റീപ്ലേസ് ചെയ്തിട്ട് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരണം എന്നുള്ള ഒരു ക്രൈസിസിൽ നിൽക്കുമ്പോഴാണ് എന്നെ റെഫർ ചെയ്തത്. അപ്പം ഞാൻ ശരിക്കും ആക്ച്വലി രഞ്ജിത്ത് വരുന്നത് വരെയുള്ള ആ ഡേയ്സ് ഫില്ല് ചെയ്ത് കൊടുത്തു. പക്ഷെങ്കിലും അത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോണ ആ ലുക്ക് എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ടാവൂല അത് ക്രിയേറ്റ്. പക്ഷെ അത് കേരള ഷെഡ്യൂളിൽ ആ ലുക്കിലേക്ക് എത്തിയിട്ടില്ല. നജീബിന്റെ നജീബിന്റെ ഇവിടെയുള്ള സ്റ്റേജ് ആയിരുന്നു. അതൊരു 35 ഡേയ്സേ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അത് 100% രഞ്ജിത്ത് അമ്പാടിയുടെ എഫേർട്ട് തന്നെയാണ്. ഞാൻ വേറൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ഇന്റർവ്യൂവിന്റെ ക്ലിപ്പ് പണ്ട് കണ്ടൊരു ഓർമ്മ ഇപ്പൊ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് വന്നതാണ്. അതിലിങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ കയ്യിലുള്ള മേക്കപ്പ് പ്രോഡക്ട്സിന്റെ റേറ്റ് എത്രയായിരിക്കും, ജസ്റ്റ് ഒന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ ലക്ഷങ്ങളുടെ എമൗണ്ടാണ് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചോദിക്കുകയാണ്, ശ്രീജിത്ത് ഗുരുവായൂർ എന്ന് പറയുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ എടുക്കുന്ന മേക്കപ്പ് പ്രോഡക്ട്സുകൾക്ക് എത്ര രൂപ വില വരും ടോട്ടൽ? ഒരു 25 ലാക്ക്. അത് നമ്മുടെ ഇത്രയും വർഷത്തെ ജേണി ഉണ്ട്. നമ്മൾ അതിനൊരു ഫിഗറായിട്ട് പറഞ്ഞ് നമുക്കത് അങ്ങനെ പറയാൻ ഇഷ്ടമല്ല. പക്ഷെ ഒരു 25 ലാക്ക് എന്തായാലും അത് പല മേഖലയിലുണ്ട്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പ്രോസ്തറ്റിക് മേക്കപ്പ് എന്ന് പറയുന്നത് പ്രോസസ്സ് തന്നെ അതിൻ്റെ ബൈ പ്രൊഡക്റ്റുകളെല്ലാം ഒത്തിരി കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഈവൻ നമുക്ക് എമ്പുരാനിൽ പോലും കുറേ ഒത്തിരി സെൻസിറ്റീവായിട്ടുള്ള പ്രൊഡക്റ്റുകൾ, അതായത് നമ്മൾ എമ്പുരാനിൽ ഒരു പ്രോസ്തറ്റിക് വർക്ക് ചെയ്തിട്ടുണ്ട് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട്. അതായത് നമ്മളൊരു റിയൽ ഐബ്രോ ഫേസ് പ്ലസ് ഹെയർ ഈവൻ ലിപ്പ്, അതായത് നമ്മൾ ടോട്ടൽ ഒരു ഫേസ് നമ്മൾ അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്ത് വേറൊരാളിൽ അപ്ലൈ ചെയ്ത് നമ്മളൊരു ക്യാരക്ടറിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് സിനിമയ്ക്കകത്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു ഈ പറഞ്ഞ പോലത്തെ ഒരു അതാണ്. സിനിമ കഴിയുമ്പോൾ നമ്മൾ എന്തായാലും സാറിനെ വീണ്ടും കാണും. അത്തരം ചില വർക്കുകളൊക്കെയാണ് രാജുവിനെ പോലെ ഒരാൾ അപ്രീഷിയേറ്റ് ചെയ്തത്. അതായത് ഈവൻ രാജു ഉൾപ്പെടെയുള്ള നമ്മൾ ഉദയനാണ് താരത്തിൽ പറയുന്ന പോലെ, ലാൽ സാറ് പറയുന്ന പോലെ മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലടാ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന ആളുകളാണ് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ. അതൊരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. പക്ഷേ എമ്പുരാനിലേക്ക് എത്തുമ്പോൾ, എമ്പുരാൻ എന്നല്ല, ഇന്ന് മലയാള സിനിമയിൽ എന്നെപ്പോലെ അല്ലെങ്കിൽ എന്നെക്കാളും സ്കില്ലുള്ള ഒത്തിരി മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വളരെ സെൻസിറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷെ അവർക്ക് മലയാള സിനിമയിലെ ഈ പ്ലാറ്റ്ഫോം ഒട്ടും വാല്യൂ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ സാർ, ഇപ്പോൾ 2000-ലാണ് ഇത് ഈ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. 25 വർഷത്തോളം കഴിഞ്ഞ് നിൽക്കുമ്പം നമ്മൾ ഈ ബ്രൈഡൽ മേക്കപ്പിൻ്റെ കാര്യത്തിൽ പറയാറുണ്ട് പഴയ രീതിയല്ല, ഇപ്പം ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ HD മേക്കപ്പിന് എയർ ബ്രഷ് മേക്കപ്പ് അങ്ങനെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ സിനിമയിലുള്ള മേക്കപ്പിലും ഇപ്പോൾ 2000-ൽ കാണുന്നതും 2025-ൽ വന്ന് നിൽക്കുമ്പോഴും വലിയൊരു മാറ്റം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ്, അതൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് നൽകി സാറിന് കണ്ടിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? മലയാളം സിനിമയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ പീരിയോഡിക് സിനിമകളുടെ എണ്ണം, അതായത് കുറച്ചും കൂടിയും സ്കെയില് വ്യത്യാസം വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ മലയാള സിനിമയിലെ ടെക്നീഷ്യൻസിനെ അതർ ലാംഗ്വേജുകൾ അല്ലെങ്കിൽ പണ്ട് OTT ഇല്ലാത്തത് കൊണ്ട് തന്നെ മലയാള സിനിമയിലെ ഒരു ടെക്നീഷ്യൻ ആകെ കൂടി ഉണ്ടായിരുന്നത് സിനിമാറ്റോഗ്രാഫർ, പിന്നെ മ്യൂസിക് ഡയറക്ടർ പ്ലസ് അത്തരം ആളുകൾ മാത്രമാണ് മറ്റു ഭാഷകളിലേക്ക് ഏറ്റവും ഈസി ആക്സസ് ഉണ്ടായിരുന്നു. ഇന്ന് അത് മാറി. ഇന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രൊഡക്ഷൻ ഡിസൈനേഴ്സിന് സാധ്യതകൾ കൂടി, മറ്റ് അതർ ലാംഗ്വേജിലേക്കുള്ള സാധ്യതകൾ കൂടി. അവരും നമ്മുടെ സിനിമകൾ കണ്ടു തുടങ്ങി, ടെക്നീഷ്യൻസിനെ ഹയർ ചെയ്ത് തുടങ്ങി. ഈവൻ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെയും അവരുടേതായിട്ടുള്ള സിനിമകളിലേക്ക് ലാംഗ്വേജിലേക്ക്. പക്ഷെ അത് ഡിസർവ് ചെയ്യുന്ന ആളുകളാണ് മലയാള സിനിമയിലുള്ളത്. ആക്ച്വലി മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
എല്ലാവരും വളരെ സ്കിൽഡാണ്. അത് പക്ഷെ അതർ ലാംഗ്വേജിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ വാല്യൂ കൂടുന്നത്. ഓക്കെ, ഇനി ഞാൻ അടുത്തത് ചോദിക്കുന്നത്, സാർ ഇത്രയും ആർട്ടിസ്റ്റുകളോട് വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ, അത് എല്ലാം മുൻനിര നമുക്ക് എല്ലാവർക്കും അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരോട് വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് അവരുടെ മൈന്യൂട്ട് ഫീച്ചേഴ്സ് വരെ വളരെയധികം ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും, എല്ലാ ഫീച്ചേഴ്സും ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഞാൻ റാൻഡമായിട്ട് കുറച്ച് ഈ പറഞ്ഞ നായികന്മാരല്ല, നായകന്മാരുടെ പേരുകൾ പറയാം. അവരിൽ ഒബ്സർവ് ചെയ്ത എന്തെങ്കിലും ഫീച്ചേഴ്സോ, ഇല്ലെങ്കിൽ സാറിന് പേഴ്സണലി ഇവരിലൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഫീച്ചർ എന്താണ്, അല്ലെങ്കിൽ എന്താണ് സാറിന് ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് പൃഥ്വിരാജിൽ നിന്ന് തന്നെ തുടങ്ങാം. ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫീച്ചറോ ഇല്ലെങ്കിൽ മേക്കപ്പ് ചെയ്തപ്പോൾ നോട്ടീസ് ചെയ്തിട്ടുള്ളൊരു കാര്യം? അതൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അത്തരമൊരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് എൻ്റെ പ്രോബ്ലമാണെന്ന് അറിയില്ല. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന വ്യക്തിനെ ആ സെക്കൻഡ് വരെ ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കും, പക്ഷെ അത് നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ അവർ ആ ക്യാരക്ടറിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ നമുക്ക് ആ ഫീച്ചേഴ്സ് അല്ലാതെ അവരുടെ ഒരു റിയൽ ഫീച്ചേഴ്സ് നമുക്ക് മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു ഇതിലൊരു ഏജിങ് മേക്കപ്പ് ആക്കാൻ ആരെയാണോ ഈസി, അല്ലെങ്കിൽ ഏജ് മേക്കപ്പിലേക്ക് എത്തിക്കാൻ ആരെയാണോ ഈസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് പറയാൻ പറ്റും. പക്ഷെ അവരുടെ ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് എന്നേക്കാൾ കൂടുതൽ സാധാരണക്കാരായിരിക്കും കൂടുതൽ അറിയാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ നമ്മളെ ഇപ്പോൾ ഇതേ ചോദ്യം എൻ്റെ ഫ്രണ്ട്സ് ആയാലും മറ്റുള്ള ആളുകൾ ചോദിക്കാറുണ്ട്, ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ഏതാന്ന് ചോദിക്കുമ്പോൾ ഞാൻ അത്തരം കാര്യങ്ങൾ ബ്ലാങ്കാണ്, കൺഫ്യൂസ്ഡ് ആണ്. എന്താ വെച്ചാൽ നമുക്ക് എല്ലാവരോടും ഒരു ഇഷ്ടമുണ്ട്, അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവർ തരുന്ന കംഫർട്ട് സോൺ ഉണ്ട്, അതനുസരിച്ച് നമുക്ക് അവരുടെ ഇഷ്ടങ്ങളും നമുക്ക് ഇങ്ങനെ അറിയാമായിരിക്കുമല്ലോ. ഇപ്പം നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ പറയാറുണ്ട് നല്ല സ്കിന്നാണ്, നല്ല കണ്ണാണ്, അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. ഇപ്പോൾ ഈവൻ നമ്മുടെ ചാക്കോച്ചൻ ഉണ്ടല്ലോ, ചാക്കോച്ചൻ വളരെ സീറോ മേക്കപ്പിൻ്റെ ആളാണ്, ആദ്യം മുതലേ സീറോ മേക്കപ്പിൻ്റെ ആളാണ്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഒത്തിരി മേക്ക് ഓവറുകൾ ചെയ്യാത്തൊരാളാണ്. അപ്പോൾ ഞാൻ ചിറകൊടിഞ്ഞ കിനാവുകൾ എനിക്ക് തോന്നുന്നത് 10 to 12 മേക്ക് ഓവർ വരെ അത്രയും ലുക്സ് ഒറ്റ സിനിമയിലേക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു അന്നത് ഈ പറഞ്ഞ പോലെ ദശാവതാരം പോലെ ഒരു 10-12 ക്യാരക്ടേഴ്സ് ഒരു സോങ്ങിനകത്തോ അങ്ങനെയൊക്കെ വരുന്നൊരു പ്രോസസ്സിൽ ചാക്കോച്ചനെയാണ് ഏറ്റവും കൂടുതൽ മേക്ക് ഓവർ ചെയ്തിട്ടുള്ളത് ഒരു സിനിമയിൽ. പിന്നെ ഫഹദിന്റെ മേക്ക് ഓവർ അയാൾ ഞാനല്ല എന്ന് പറഞ്ഞൊരു സിനിമയിലേക്ക് ഒരു മേക്ക് ഓവർ ഉണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ട്. ദിലീപേട്ടൻ നമ്മൾ മലയാളികൾ പല വിവിധ ലുക്കുകളിൽ കണ്ടിട്ടുള്ള ഒരു നടനാണ് ദിലീപേട്ടൻ്റെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. ദിലീപേട്ടൻ്റെ എൻ്റെ ഫസ്റ്റ് മുല്ല തന്നെയാണ് ചലഞ്ചിങ്. ദിലീപേട്ടൻ്റെ ഫുൾ മുട്ടയടിച്ചിട്ടുള്ള. അപ്പോൾ അന്ന് അതിനകത്തൊരു കഴുത്തിലൊരു ലോക്കറ്റ് ഇടാതെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഒരു വൂണ്ട് പോലൊരു ചെയിൻ പോലൊരു വൂണ്ടൊക്കെ ചെയ്തിരുന്നു അന്ന്. ദിലീപേട്ടനും ഭയങ്കര കംഫർട്ടാണ്. ഈ എല്ലാ ആർട്ടിസ്റ്റുകളും അവരവരുടെ മേഖലയിൽ ഭയങ്കര കംഫർട്ടാണ്. ഈവൻ രാജു ആണ് പിന്നെയും, അതായത് സ്വന്തം കാര്യത്തിൽ അത്ര കോൺഫിഡൻസ് അല്ലാത്ത, എന്നാൽ മറ്റുള്ള ആളുകളുടെ എല്ലാ ലുക്കിലും വളരെ സെൻസിറ്റീവ് ആവുകയും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യും. എനിക്ക് തോന്നുന്നത് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ മേക്കപ്പിന് പരിധികളുണ്ട് എന്ന് സ്വയം ചിന്തിക്കുന്ന ഒരാൾ രാജു മാത്രമാണ്. അത് മേക്ക് ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ മേക്കപ്പ് ആയതുകൊണ്ട് ഓക്കെ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ അല്ല, ഡൗട്ടില്ല. അദ്ദേഹം ട്രസ്റ്റ് ചെയ്യുന്ന ആളുകളെ അദ്ദേഹം ഭയങ്കരമായിട്ട് ഈ ഭയങ്കര കംഫർട്ടാണ്. അത്തരം കാര്യങ്ങളല്ല, അതായത് ലിമിറ്റേഷൻസ് വരുന്ന ചില പ്രോബ്ലംസ് വരാറുണ്ട് പലപ്പോഴും രാജുവിനെ പോലുള്ള. ലാലേട്ടനായിരുന്നു നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. ലാലേട്ടൻ്റെ കൂടെയും എത്രയോ സിനിമകളിൽ വർക്ക് ചെയ്തിരിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ മമ്മൂക്കി ലാൽ സാറിനും അവരുടെ പേഴ്സണലായിട്ടുള്ള ഒരു ടീം തന്നെയുണ്ട്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്പെഷ്യൽ ലുക്കുകൾ, സ്പെഷ്യൽ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ നമുക്ക് അവരുടെ ഒരു മേക്ക് ഓവറിന്റെ ആവശ്യം. ഫിലിമിന്റെ ഒക്കെ മമ്മൂക്കയുടെ ഫിലിമിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഈ കുറച്ച് എന്നോട് ചോദിച്ചില്ലേ ഏജ് കൂട്ടാൻ ആരെയാണ് എന്ന് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് പറയാതെ. അപ്പൊ അങ്ങനെ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഒരു ഡിഫറെന്റ് ലുക്കുകൾ കൊണ്ടുവന്നിട്ടുള്ളത് മമ്മൂക്കയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഒബ്സർവേഷൻ, അതായത് അത് മേക്കപ്പ് ആർട്ടിസ്റ്റ് മനസ്സിൽ കാണുന്നതിന് മുമ്പ് അദ്ദേഹം അത് മനസ്സിൽ കാണുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി. ഇപ്പോൾ ലാൽ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണോ അവരെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അവരിലേക്ക്
അവരിലേക്ക് അവരുടേതായിട്ട് മാറുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈല്. അത് എന്താണോ വേണ്ടത് അത് ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്ന് പറയുന്ന ഒരു പ്രിപ്പറേഷനാണ് അദ്ദേഹത്തിനുള്ളത്. ഓക്കെ, ഇപ്പം ഇത്ര നേരം നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ സംസാരിച്ചു, പക്ഷെ ഇതല്ലാതെയും കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ഭയങ്കര എന്താ പറയുക, വലിയൊരു ആൽബം, വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ആൽബം സാർ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അതിൻ്റെ ഒരു കോൺസെപ്റ്റും ഒക്കെ ഭയങ്കര സ്ത്രീ ശാക്തീകരണത്തിനെ പറ്റിയിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ട് മേക്ക് ചെയ്തൊരു ആൽബം ആയിരുന്നു അത്, പൂച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡിറക്ഷനും ഭയങ്കര ഇഷ്ടമുള്ളൊരു മേഖലയാണോ? ഡയറക്ഷൻ എൻ്റെ ഒരു ഡ്രീം ആണ്, എൻ്റെ ഒരു അടുത്തൊരു ഗോളാണ് ഡയറക്ടർ. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും വർക്ക് ചെയ്തിട്ടില്ല? മ്യാവൂല് ശരിക്കും മ്യാവൂല് 2 റോളായിരുന്നു, മൾട്ടിപ്പിൾ റോളായിരുന്നു. ഒന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ പ്ലസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു. പിന്നെ പൂച്ചി എന്ന് പറയുന്ന വർക്കും മേക്കപ്പിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു വർക്കാണല്ലോ. ആ ഒരു ട്രൈബൽ പോലത്തെ, എനിക്ക് കറക്റ്റാണോ പറയുന്നത് എനിക്കറിയില്ല, എനിക്ക് കൺവേ ആയതാണ് ഞാൻ പറയുന്നത്. കുറച്ച് അങ്ങനത്തെ മേക്കപ്പിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വർക്കാണ്. അപ്പൊ അത് പക്ഷേ സാർ അതിൽ ഡയറക്ഷൻ ചെയ്ത് കംപ്ലീറ്റ്ലി അത് മാത്രമാണെന്ന് തോന്നുന്നില്ലേ നോക്കിയത്? അതൊരു നമ്മുടെ ഒരു മറ്റേ ഹൈഡ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു സുഹൃത്ത്, അരുൺ എന്ന് പറഞ്ഞൊരു സുഹൃത്ത്, ആള് നമ്മുടെ കൂടെ, നമ്മുടെ ആഗ്രഹത്തിൻ്റെ കൂടെ നമ്മുടെ കൂടെ നിന്നു. പിന്നെ ഒരു വി ആൻ മംഗലശ്ശേരി എന്ന് പറഞ്ഞൊരു നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരിലൂടെയാണ് അത് സാധ്യമായത്. പക്ഷേ എൻ്റെ ഡിറക്ഷൻ പാഷൻ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്നത് നമ്മുടെ എമ്പുരാൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനറായിട്ടുള്ള മോഹൻദാസ് മണിയാണ്. അപ്പോൾ അതൊരു ജേണിയാണ്. ഒരു കോൺസെപ്റ്റ് സാറിൻ്റെ തന്നെയായിരുന്നു? അതെ, കോൺസെപ്റ്റ്, അതായത് മെൻസ്ട്രേഷൻ ഓഫ് ഫീമെയിൽ, 4 phases ഓഫ് മെൻസ്ട്രേഷൻ, അതായത് 4 ഡിഫറെൻറ്റ് സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരു കോണ്ടന്റ് ആയിരുന്നു. പക്ഷെ അത് ഇതുവരെ ആരും കൈകാര്യം ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടും, പിന്നെ എനിക്ക് ഇപ്പോൾ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഭാഷ വിഷ്വലാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അല്ല, അമേസിംഗ് മേക്കിംഗ് ആയിരുന്നു അത്. ഇപ്പൊ നമുക്ക് ആ ഒരു വീഡിയോയുടെ ജസ്റ്റ് ഒരു കമന്റ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, കുറെ ആൾക്കാർ എൻജാമി ഒക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് ആക്ച്വലി അതൊരു ഞാനിപ്പോൾ അത് നോക്കി കാണുമ്പോൾ അതാണ് ഇതിനകത്തുള്ള ഒരു ഡ്രോബാക്ക്. അതായത് ഞാനത് മ്യൂസിക് ഡയറക്ടർ രജിത്ത് എന്ന് പറഞ്ഞൊരു കക്ഷിയായിരുന്നു. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞിരുന്നത് എൻജാമിയാണ് എന്നെ ഭയങ്കരമായിട്ട് മ്യൂസിക് വീഡിയോ ചെയ്യണമെന്ന് ഇൻസ്പയർ ചെയ്തത്. അപ്പോൾ അത് ഷെയർ ചെയ്തു. പക്ഷേ വർക്ക് ചെയ്ത് വന്നപ്പോൾ അതൊരു ആഫ്രോബീറ്റ് ടൈപ്പ് മ്യൂസിക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആ മ്യൂസിക് വർക്ക് ചെയ്ത് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് എൻജോയുടെ ഫ്ലേവേഴ്സ് കൂടി കിടന്നു. അപ്പോൾ നമ്മളത് കുറേ കട്ട് ഓഫ് ചെയ്യാൻ നോക്കി. പക്ഷെ അതിൻ്റെ സോള് നഷ്ടപ്പെടുന്നത് കൊണ്ട്. പക്ഷേ എങ്കിലും നമുക്കത് മനസ്സിലാവും, മലയാളത്തിൽ ഇത്തരത്തിലുള്ള ഒരു മേക്കിംഗ് വളരെ ഡിഫറെൻ്റ് ആയിരുന്നല്ലോ. ശരിക്കും ഞാൻ ആ മ്യൂസിക് വീഡിയോ ചെയ്തപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് എന്താ കഴിഞ്ഞാൽ, ആക്ച്വലി മലയാളത്തിൽ അങ്ങനെ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവണം എന്ന് ആഗ്രഹമുണ്ട്, മ്യൂസിക് വീഡിയോയുടെ കണ്ടന്റുകൾ. എന്നാൽ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ അതിൽ നിന്ന് റിട്ടേൺ റവന്യൂ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ ഒരു മ്യൂസിക് അതിൻ്റെ ഒരു എന്താ പറയുക, അതിനൊരു ബേസ്, അതുമാത്രമല്ല അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവേണ്ടതാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും അപ്കമിങ് വർക്ക്സ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ വരുന്നുണ്ടോ? ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഫ്യൂച്ചർ നമ്മൾ ഫിലിമാണ് നോക്കുന്നത്. കാസ്റ്റിംഗ് ഇപ്പോൾ നീരജ് മാധവും സുരാജ് വെഞ്ഞാറമൂടും ഇവർ രണ്ടുപേരാണ് ലീഡിങ് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്നത്. പ്രൊഡക്ഷൻ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. അതിൻ്റെ ചർച്ചകൾ നടക്കുന്നു. 1-2 ക്ലാരിറ്റി കിട്ടാനുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഡയറക്ടർ ആയിട്ടായിരിക്കുമല്ലേ ചെയ്യുന്നത്? സംഭവിക്കട്ടെ, തീർച്ചയായിട്ടും. പുതിയ ആൾക്കാർ ഈ ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് വരാൻ, ഈ പറഞ്ഞ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വരാനൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള കുറേ ആൾക്കാർ പുതിയതുണ്ടല്ലോ, പക്ഷെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നും അറിയില്ല. അപ്പോൾ അവരോട് പറയാൻ എന്തെങ്കിലും? ഇതിലെന്താ കഴിഞ്ഞാൽ, മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിട്ടോ അല്ലെങ്കിൽ മേക്കപ്പ് അസിസ്റ്റൻ്റ് ആയിട്ടോ വരുന്ന പലരിൽ ഒരു 50% സിനിമയിലേക്ക് വന്ന് ഒന്നെങ്കിൽ ആക്ടിങ് അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാനുള്ള ഒരു വേ ആയിട്ടാണ് പലരും മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റിനെ കാണും. മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ്യൂം അങ്ങനെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് അടുത്ത മേഖലയിലേക്ക് കടക്കാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷെ അത്തരം ആളുകൾ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റിനെ അല്ലെങ്കിൽ മേക്കപ്പിനെ കുറിച്ച് മറ്റൊരാളുടെ സാധ്യതയാണ് ഇല്ലാണ്ടാക്കുന്നത്. പിന്നെ ഈവൻ നമ്മളൊക്കെ തുടങ്ങിയ സമയത്ത് ഒരു ട്യൂട്ടോറിയലായിട്ടുള്ള ഒന്നുമില്ല. ഇന്ന് ഓപ്ഷൻസ് ഉണ്ട്. ഇന്ന് ഒരാൾക്ക് മേക്കപ്പിലേക്ക് കടന്നു വരാൻ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇപ്പോൾ എൻ്റെ ആശാൻ തന്നെ പട്ടണം റഷീദ്, അദ്ദേഹം നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അങ്ങനെ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്ന് മേക്കപ്പ് അവയർനെസ് കൊടുത്തുകൊണ്ടാണ് ഇന്ന് ഓരോ ആളുകളും കടന്നു വരുന്നത്.
ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളൊരു ഇഷ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു പ്രമുഖ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ MDMAയുടെ യൂസേജ് ഒക്കെ കാരണം അറസ്റ്റ് ചെയ്ത പോലത്തെ ഒരു ഇഷ്യൂ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോഴും മലയാളം ഇൻഡസ്ട്രിയിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നുണ്ട്. നമ്മളിതിന് മുന്നേ അഭിനേതാക്കളുടെ ഭാഗത്തുനിന്ന് ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇപ്പം റീസെൻ്റ്ലി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെയും അങ്ങനത്തെ ഒരു ഇഷ്യൂവിൽ കണ്ടു. ഇപ്പം നമ്മൾ ന്യൂസ് തുറന്നാലേ കാണുന്നത് ഈ MDMAയുടെ പോലത്തെ ബന്ധപ്പെട്ട വാർത്തകളാണ്. അപ്പോൾ അത് ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അതിനെപ്പറ്റി അത് കണ്ട വ്യക്തി എൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത വ്യക്തിയാണ്. അവൻ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ്. ഇത് ഈ പറയുന്ന പോലെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നും ഒരു ലഹരി ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് ലഹരി എന്നുള്ളത്. അതായത് നമുക്ക് നമ്മുടെ ലൈഫും നമ്മുടെ പ്രൊഫഷനും ലഹരിയാക്കിയിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആവശ്യം, അതായത് ഈ പ്രോസസ്സ് നടക്കുമ്പോൾ ഇവരുടെ ഒരു കോൺഫിഡൻസ് ലെവല് എവിടെയോ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവരറിയാതെ ഇവരിലേക്ക് കിട്ടുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള, അതായത് ഇപ്പോൾ ഞാൻ സിനിമ എന്നുള്ളതല്ല, ഏത് മേഖലയിലും മദ്യമെന്ന് പറയുന്നതിന് ആൾട്ടർനേറ്റീവായിട്ടാണ് ഈ മറ്റ് ലഹരികൾ. എന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ക്യാരി ചെയ്യാനും അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാനും അതിൻ്റെ ഒരു, ഇപ്പം മദ്യം കഴിക്കണമെങ്കിൽ നമുക്ക് പബ്ലിക്കായിട്ട് ഒരു 5 പേര് നിന്ന് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അത് വളരെ ഈസി ആക്കുന്ന ഒരു പ്രോസസ്സ് ഈ MDMA ആയാലും മറ്റേ കഞ്ചാവ് ഇത്തരം ഇതിനകത്തുണ്ട്. അപ്പോൾ അതിനെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ല, സ്മെല്ലായാലും മറ്റു കാര്യങ്ങൾ. ഇത് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടും ചോദ്യം ചെയ്യാതെ പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? കാര്യം ഇതിപ്പം ഫിലിമിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ സാറും പറഞ്ഞു സാറിനും അറിയാവുന്നതാണെന്ന്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നുള്ളത് പലർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ അത് അറിഞ്ഞിട്ടും അത് ചോദ്യം ചെയ്യാതെ പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അത് 90% അതൊരു സൈലൻ്റ് ആയിട്ടാണ് നടക്കുന്നത്. മീൻസ് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അപ്പോൾ അത് പക്ഷേ ഈ ഉപയോഗിക്കുന്ന ആളുകൾ അത് ഏത് മേഖലയിലും, സിനിമ എന്നല്ല പറയുന്നത്, ഏത് മേഖല അവരുപയോഗിക്കുമ്പോൾ അതിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. ഇത് ഇല്ലെങ്കിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നിടത്താണ് അവർ അഡിക്റ്റഡ് ആവുന്നത്. ബാക്കി അങ്ങനെ സിനിമയ്ക്ക് അങ്ങനെ ഒരു ലഹരിയുടെ ഒരു പ്രോസസ്സിനകത്ത് ഇപ്പോൾ ഞാൻ ചോദിച്ചത് മറ്റൊന്നും കൊണ്ടല്ല. ഇപ്പം സിനിമകളിലെ സീനുകൾ ഒരുപാട് ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് റീസെൻ്റ്ലി ഒരുപാട് രീതിയിലുള്ള വിവാദങ്ങൾ നടക്കുന്നുണ്ട്. സിനിമയിലെ വിഷ്വൽസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഒരു സിനിമ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുടെ പ്രയത്നമാണ്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷനിലൊക്കെ ഇഷ്ടംപോലെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അതിൻ്റെ ഇടയിൽ ചിലരിത് യൂസ് ചെയ്യുന്നുണ്ട്, അത് വളരെ ആക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിപ്പം നമ്മളിതുപോലെ കേസൊക്കെ ആവുന്നു. ആ ഒരു മൊമെൻറ്റിലും ഇത് ബാക്കി ആരും അറിയുന്നില്ല, അല്ലെങ്കിൽ ഇതിന് മുന്നേ എന്തുകൊണ്ട് അറിഞ്ഞില്ല. ഇപ്പം അഡിക്റ്റഡ് ആവുക എന്നുള്ളൊരു സ്റ്റേജ് എത്താന്ന് പറയുന്നത് കുറച്ച് താമസമുള്ളൊരു പരിപാടിയാണല്ലോ. സിനിമയിൽ ആരെങ്കിലും കണ്ടുകൊണ്ട് എതിർക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താ വെച്ചാൽ എല്ലാവരും ജോബ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനാണ് വരുന്നത്. ആ ജോബ് ഏറ്റവും നന്നായി നടക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ്. ജോബ് നടക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഈ വ്യക്തിയിൽ നിന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ അതോടുകൂടി എന്ത് കാരണം കൊണ്ടാണോ അതോടുകൂടി മാറ്റി നിർത്തുക. അതിപ്പോൾ ലഹരി എന്തും ആയിക്കോട്ടെ, മദ്യമായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അത് റൂമിൽ പോയി കുടിക്കുന്നവരുണ്ട്. അത് എല്ലാ മേഖലയിലും ഉണ്ടല്ലോ. അപ്പോൾ അത് ചെയ്യുന്നത് കൊണ്ട് നമുക്കൊന്നും അവരെ എഗെയിൻസ്റ്റ് നിൽക്കാൻ പറ്റില്ല. പക്ഷേ ജോലിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോഴാണ് പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ അതോടുകൂടി വേരോടുകൂടി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയ സാറിന് എനിക്കിനി തീർച്ചയായിട്ടും ഡയറക്ടറായിട്ട് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റട്ടെ. വലിയ വലിയ നല്ല സിനിമകൾ ഇനിയും ഭാഗമാകാനും പറ്റട്ടെ. താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക് യു.